ജൂലൈ 28 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് കാര്യമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ എൻവോയ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ECTA എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ് ഓസ്ട്രേലിയയുമായിട്ടുള്ള എന്താണ് ഇതിൻ്റെ നേട്ടങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യ 2022 സൈൻ ചെയ്തില്ല, പ്രത്യേകിച്ചും ഒരു മേജർ ഡെവലപ്ഡ് കൺട്രിയുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ് ഈ ഒരു ഓസ്ട്രേലിയയുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. 2022 ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ്, പ്രത്യേകിച്ചും എക്കണോമിക് ട്രേഡ് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് നല്ല കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഉദ്ദേശമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള എക്കണോമിക് കൊമേഴ്ഷ്യൽ റിലേഷൻസിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എഗ്രിമെൻറ്റ് സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ECTA ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം വഴി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതുവഴി കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിനും പറ്റും. ഇത് നമ്മുടെ പ്രൊഡക്റ്റുകൾ കുറേ കൂടി ഓസ്ട്രേലിയയിൽ കോമ്പറ്റീറ്റീവായി മാറുകയും നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ മൂല്യം അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാകുന്നതിന് വേണ്ടി കാരണമാവുകയും നമ്മുടെ ട്രേഡ് വർദ്ധിക്കുന്നതിനും കാര്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസിനും ഇതേ ഗുണഫലങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു കൊമേഴ്ഷ്യൽ കോപ്പറേഷൻ അല്ലെങ്കിൽ എക്കണോമിക് കോപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ട്രേഡിൻ്റെ ഡാറ്റ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു എഗ്രിമെൻറ്റ് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ഓസ്ട്രേലിയയിലേക്ക് കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 77% ഈ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ യൂട്ടിലൈസേഷൻ നമ്മുടെ എക്സ്പോർട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അപ്പാരൽ ഇൻക്രീസ്, അതായത് ടെക്സ്റ്റൈൽസിൻ്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 20%, അയൺ ആൻഡ് സ്റ്റീലിൻ്റെ എക്സ്പോർട്ട് 25%, അഗ്രികൾച്ചറൽ എക്സ്പോർട്ട്സ് 30% വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് പ്രത്യേകിച്ചും അതേ സമയത്ത് ക്ലീൻ കോള്, ക്രിട്ടിക്കൽ മിനറൽസ്, ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രീൻ ബാറ്ററി മാനുഫാക്ചർ, ഗ്രീൻ സ്റ്റീൽ, അയൺ ഓർ, സോളാർ പാനൽസ് തുടങ്ങിയവയിലാണ് പ്രധാനമായിട്ടും ഓസ്ട്രേലിയയുടെ എക്സ്പോർട്ട് താല്പര്യങ്ങളുള്ളതെന്ന് ഓർത്ത് വെക്കുക. ഇതുകൂടാതെ ഇത് എക്സ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഇതുകൂടാതെ ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യ പ്രധാനമായിട്ടും ഓസ്ട്രേലിയ IT, ബിസിനസ്, മറ്റ് സർവീസ് സെക്ടറിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 1 മില്യൺ, അതായത് 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്മ്യൂണിറ്റി ആണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. 1 ലക്ഷം വിസയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയക്ക് നൽകിയിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കാം. അതായത് ഇതെല്ലാം തന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ, ഈ ബൈലാറ്ററൽ ടൈസിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കൺവോയുടെ ഓസ്ട്രേലിയൻ പ്രതിനിധിയുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് നോക്കിയത്. അപ്പോൾ ഇന്ത്യ വൺ ഓഫ് ദ ഫസ്റ്റ് എഗ്രിമെൻറ്റ് സൈൻ വിത്ത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ വിത്ത് ആണ്, അത് ഓസ്ട്രേലിയയുമായിട്ടാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് പോളിനേഷനിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇതെങ്ങനെയാണ് പോളിനേഷനിൽ അല്ലെങ്കിൽ പരാഗണത്തിന് സഹായിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കറണ്ട് ഉണ്ടാവുന്നതാണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവുകയാണ്, കറണ്ട് ആണെന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പറഞ്ഞാൽ ഇത്തരത്തിലൊരു ഫ്ലോ ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ചാർജിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതായിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണ്, ഈ മെറ്റീരിയൽ അതിന് ചാർജ്ലെസ് മെറ്റീരിയൽ ആയിരിക്കും. കാരണം അതിൽ എത്രയാണോ ഇലക്ട്രോൺസ് ഉള്ളത് അത്ര തന്നെ പോസിറ്റീവ് ചാർജുള്ള മെറ്റീരിയൽസും ഉണ്ടാവും. സോ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, നോർമലി അത് ന്യൂട്രൽ ചാർജ് ആയിരിക്കും. പക്ഷെ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഒരു മെറ്റീരിയലിൽ ചില സൈഡിലേക്ക് ചിലപ്പോൾ നെഗറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോൺസ് എല്ലാം ഒരു സൈഡിലേക്ക് ചിലപ്പോൾ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതേസമയത്ത് മറ്റൊരു സൈഡിലേക്ക് പോസിറ്റീവ് ചാർജുള്ള മെറ്റീരിയൽസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ 30 പോസിറ്റീവ് ചാർജുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ 30 നെഗറ്റീവ് ചാർജുള്ള മെറ്റീരിയൽ തന്നെ ഉണ്ടാവും. സോ അൾട്ടിമേറ്റ്ലി അത് ചാർജ്ലെസ് ആണെങ്കിൽ പോലും ഒരു സൈഡിലേക്ക് പോസിറ്റീവ് മൊത്തം മാറി നിൽക്കുന്നുണ്ടും ഒരു സൈഡിലേക്ക് നെഗറ്റീവ് മൊത്തം മാറി നിൽക്കുന്നുണ്ടും എന്താ സംഭവിക്കുക, ഇവിടെ ചെറിയൊരു ഒരു ഇലക്ട്രിസിറ്റി പോലുള്ളൊരു ഫീൽ ഉണ്ടാവും. ഇതിനെയാണ്
സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മേലെ എന്തെങ്കിലും തരത്തിലുള്ള എനർജി കൊടുക്കുമ്പോൾ മൂവ് ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് നമ്മളൊരു പെണ്ണെടുത്തിട്ട് നമ്മളത് നമ്മുടെ ഹെയറിന് നന്നായിട്ട് ഉരസിയതിന് ശേഷം നമ്മൾ ആ പെണ്ണ് പേപ്പർ പീസിൻ്റെ അടുത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ പീസ് പെണ്ണിനെ പിടിക്കുന്ന ഒരു കാന്തം പോലെ ഇത് ആക്ട് ചെയ്യുന്ന പോലെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആക്ച്വലി ഇത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇലക്ട്രിസിറ്റി ഉള്ളപ്പോൾ നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നറിയാം, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നറിയാം. അപ്പോൾ നമുക്കിവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഹെയറിലേക്ക് നമ്മുടെ പെണ്ണ് ഉരക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ആ റബ്ബിങ്ങിൻ്റെ നമ്മൾ ആ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഉരക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി കാരണം, അവിടെ ഹീറ്റ് കാരണം അവിടെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ്. ആ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ് ഈ ഒരു പേപ്പർ മെറ്റീരിയലിനെ അട്രാക്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്ന കറണ്ട് അല്ല എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ രണ്ട് മെറ്റീരിയൽ തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഓർത്ത് വെക്കുക, ഇവിടെ ഒരു സൈഡിലേക്ക് മാറുന്ന സാഹചര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു മെറ്റീരിയൽ സ്റ്റാറ്റിക് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ട് തന്നെ ഉണ്ടാവും, ബട്ട് അതിൻ്റെ ഒരു എൻഡിൽ നമുക്കൊരു ചെറിയ ചാർജ് ഡെവലപ്പ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ബട്ടർഫ്ലൈസിൽ അല്ലെങ്കിൽ പരാഗണത്തിനെ സഹായിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ബട്ടർഫ്ലൈസും മോത്തുകളെല്ലാം തന്നെ എന്ത് ചെയ്യാണ്, ഇവ പറക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറക്കുന്ന സമയത്ത് ഇവരുടെ ചിറക് ഇങ്ങനെ അടിക്കുന്നുണ്ട് അല്ലേ. ആ ചിറക് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എയറുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണം, അതായത് നമ്മൾ പെണ്ണ് തലയിൽ ഉരസുന്ന സമയത്ത് തലയിലെ മുടിയുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണമാണ് അവിടെ ഹീറ്റ് ഉണ്ടാകുന്നത്. ആ ഹീറ്റാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ ചിറകടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ എയറുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണം അവിടെ എന്താണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പെണ്ണ് പേപ്പറിനെ അട്രാക്ട് ചെയ്ത് പേപ്പർ പീസുകളെ അട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ പോളൻ ഗ്രെയിൻസിനെ, ഫ്ലവേഴ്സിൽ നിന്നും പോളൻ ഗ്രെയിൻസിനെ ഈ ഒരു ചിറകുകൾ അല്ലെങ്കിൽ കാലുകളിലേക്കൊക്കെ അട്രാക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ആക്ച്വലി സാധാരണ നമ്മൾ പഠിച്ചിരുന്ന വെച്ചാൽ ഈ പരാഗങ്ങൾ ഈ ചെടിയിൽ ഇരുന്ന്, അതായത് ഈ ഒരു പരാഗം എന്നല്ല പരാഗകാരികൾ, അതായത് ഇത്തരത്തിലുള്ള പൂമ്പാറ്റയും മോത്തുകളും എല്ലാം തന്നെ ഇത് ചെടിയിൽ വന്ന് ഇരിക്കുമ്പോൾ അതിൻ്റെ കാലുകളിൽ ഇത് പറ്റിപ്പിടിക്കുന്നു, ഈ ഒരു പരാഗരേണുക്കൾ പോളൻ ഗ്രെയിൻസ് പറ്റിപ്പിടിക്കുമെന്നും അതാണ് പിന്നീട് അതിൻ്റെ പരാഗണത്തിന് കാരണമാകുന്നതെന്നാണ് നമ്മൾ മുന്നേ പഠിച്ചത്. എന്നാൽ ഓർത്തു വെക്കാം, ഇവിടെ പുതിയ സ്റ്റഡീസ് വന്നു വെച്ചാൽ ഇവിടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈവൻ ചെടിയിൽ വന്നിരുന്നില്ലെങ്കിൽ പോലും കുറച്ച് മില്ലിമീറ്ററുകളുടെ ഡിസ്റ്റൻസിൽ ഫിസിക്കൽ കോണ്ടാക്ട് ആക്ച്വലി ഇല്ലെങ്കിൽ പോലും അവിടെ ആ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോളൻ ഗ്രെയിൻസ് പറ്റിപ്പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇത്തരത്തിലുള്ള ഈ ഒരു പരാഗണം എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ എഫിഷ്യൻസിനെയും എഫക്റ്റീവ്നെസ്സിനെയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഓരോ ജീവിയിലും ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ അളവ് വ്യത്യാസമായിരിക്കും. അത് ഓരോ സ്പീഷീസിനനുസരിച്ചും അതിൻ്റെ വിങ്ങിൻ്റെ സ്പീഡിനനുസരിച്ചും ഒക്കെ വ്യത്യാസമായിരിക്കും. ഇത് കൂടാതെ ഈ ഒരുപാട് എക്കോളജിക്കൽ വാരിയേഷൻസും വിസിറ്റ് ചെയ്യുന്ന ഫ്ലവറിൻ്റെ നേച്ചർ, അത് ജീവിക്കുന്ന ഹാബിറ്റായിട്ട് ട്രോപ്പിക്കലാണോ നോൺ ട്രോപ്പിക്കലാണോ, അതുപോലെ തന്നെ അത് പകലാണോ ഡയേണൽ ആണോ നൊക്ടേണൽ ആണോ രാത്രിയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പോളിനേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ എന്ത് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയോ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ സെലക്ഷൻ. നമ്മൾ പരിണാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പഠിക്കും, മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പോലെ അത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഫീച്ചറാണിത് എന്നാണ് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നിലവിൽ സ്റ്റഡി ചെയ്തതിലെല്ലാം തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജിങ് കാണുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും ലെപ്പിഡോടെറ, അതായത് ബട്ടർഫ്ലൈസും മോത്തും ഒക്കെ വരുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോമൺ ഫീച്ചറായിട്ട് മാറിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു വിങ് ബീറ്റ് ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ആവുന്നതെന്ന് ഓർത്ത് നോക്കുക. പക്ഷേ ഇവർക്കൊക്കെ വളരെ സ്ലോ ആയിട്ടുള്ള വിങ് ബീറ്റ് ഫ്രീക്വൻസി, വളരെ മെല്ലെയാണ് ചിറകുകൾ അടിക്കുന്നത് എങ്കിൽ പോലും മറ്റ് ഇൻസെക്ട്സിനെ കമ്പയർ ചെയ്തിട്ട് ഇവ നന്നായിട്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് പോളൻസിനെ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് പോലും ഇല്ലാതെ അട്രാക്ട് ചെയ്യാൻ സഫീഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് സ്റ്റഡീസ് വന്നിരിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു വൈറോളജി ടെസ്റ്റിംഗ് ലാബ് സെറ്റപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നേരത്തെ പൂനെയിലുള്ള സെൻട്രൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് സാമ്പിൾസ് അയച്ചിരുന്നെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുള്ള സാമ്പിൾ ലാബിൽ പറ്റും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സാമ്പിൾ ടെസ്റ്റിംഗ്, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി കേരളത്തിൽ റീസെൻ്റ് ആയിട്ട് നിപ്പയുടെ
ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എടുത്ത സാമ്പിൾ അത് നിപ്പ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലാബിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു. IAV ടെസ്റ്റഡ് സാമ്പിൾസ് 4 മണിക്കൂർ കൊണ്ട് തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട്. അതേസമയത്ത് പൂനെയിൽ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവാറുണ്ട്. കാരണം രാജ്യത്തു നിന്നുള്ള മൊത്തം റിസൾട്ടുകൾ അവിടെ വരേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുന്നവരെ ഒഫീഷ്യൽസ് അനൗൺസ്മെൻറ്റ് ചെയ്യാതിരുന്നു. അതിലത്തെ റിസൾട്ട് കൂടി വന്നതോടുകൂടി രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് കേരളത്തിൽ സ്വന്തമായിട്ടൊരു വൈറോളജി ലാബ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി അഡ്വാൻറ്റേജ് എന്താ, ക്വിക്ക് റെസ്പോൺസ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി വരും. വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെ വേഗത്തിൽ കണ്ടെത്തുക, വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, വേഗത്തിൽ അതിനെ എന്ത് ചെയ്യുക, സ്പ്രെഡിനെ പരമാവധി കുറക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിലേയെ കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് പറ്റുമെന്ന് കൂടി ഓർത്ത് വെക്കുക. ഉദാഹരണത്തിന് ഗുജറാത്തിലെ ബയോടെക്നോളജി റിസർച്ച് സെൻറ്ററിൽ ക്വിക്കർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഗുജറാത്ത് ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്യൂട്ട് എൻസെഫലൈറ്റിസിൻ്റെ സാമ്പിൾസ് ഒക്കെ അവരാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ എല്ലാം ചെയ്യുന്നത് വെച്ചാൽ ജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞ ഐഡിയ ആണ്. ആക്ച്വലി ഇവിടെ ജീനോമിൻ്റെ ആ ഒരു വൈറസിൻ്റെ ജീനോം സീക്വൻസിങ് ചെയ്യുകയും അല്ലെങ്കിൽ സാമ്പിൾസ് നിന്നുള്ള വൈറസിൻ്റെ ജീനോം സീക്വൻസിങ് ചെയ്യുകയും നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ജീനോം സീക്വൻസ് ഡാറ്റയുണ്ട്, വൈറസിൻ്റെ ജീനോം സീക്വൻസ് ഡാറ്റയുണ്ട്, അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണെന്നുള്ളത്. അപ്പോൾ സീക്വൻസ്ഡ് FG പ്രോട്ടീൻ കോഡിംഗ് റീജിയൻസ് ആണ് ചെക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് ഒരു പ്രത്യേക ഏരിയനാണ് സീക്വൻസ്ഡ് FG പ്രോട്ടീൻ കോഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ മാച്ച് ആവുന്നുണ്ടോ നോക്കും. ആ ഏരിയ മാച്ച് ആവുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒറിജിനൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ ഡാറ്റയിലും ഇതിലെ ജീനോം സീക്വൻസിങ്ങും നമ്മുടെ കയ്യിലുള്ള മുന്നേ ഉണ്ടായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഡാറ്റയിലുള്ള ഓൾറെഡി ഉള്ള ജീനോം സീക്വൻസിങ് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് ഓർത്തുക. അപ്പോൾ ആക്ച്വലി ഈ ഒരു ജീനോം സീക്വൻസിങ് ഇത് പാർഷ്യലി ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. എക്സാക്ട്ലി ആ ഒരു പോർഷൻ മാത്രം നോക്കുന്നത്. എന്നാൽ കംപ്ലീറ്റ്ലി പറ്റുന്ന രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ജീനോം സീക്വൻസിങ്ങിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ രോഗത്തെ വളരെ വേഗത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഡയഗ്നോസിസ് വളരെ വേഗത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി ഈ ഒരു പാത്തോജൻ എവല്യൂഷനെ കുറിച്ചൊക്കെ, എങ്ങനെയാണ് ഈ രോഗകാരികൾ മാറുന്നത്, വൈറസിന് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ടോ, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ജീനോം ഡാറ്റ നമ്മുടെ കയ്യിൽ ഇൻടാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ പബ്ലിക് ഹെൽത്ത് റെസ്പോൺസ് വളരെ വേഗത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ജനറ്റിക് എപ്പിഡോമോളജിയിലൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കാം. മുന്നേ കേരളത്തിൽ സിക്ക വൈറസ് ജീനോം ഡാറ്റയും ഇതേപോലെ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി 2021 ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ആ ഒരു DNA നിന്നും നമ്മൾ അതിൻ്റെ സീക്വൻസ്, അതിനെ വേർപെടുത്തുക, അതിൻ്റെ സീക്വൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു എക്സാക്റ്റ് സീക്വൻസ് നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ ഒരു എക്സാക്റ്റ് സീക്വൻസ് ഒരു ജീനും മറ്റൊരു ജീനും തമ്മിൽ മാച്ച് ആവണം എന്നുണ്ടെങ്കിൽ അത് എക്സാക്റ്റ് ഒരേ ആളിൽ നിന്നെടുത്ത സാമ്പിൾ ആയിരിക്കണം എക്സാക്റ്റ് സീക്വൻസ് മാച്ചിങ് ഉണ്ടാവണം. പക്ഷേ ഈ വൈറസുകൾക്കല്ലേ കോമൺ ആയിട്ടുള്ള കുറേ പേയേഴ്സ് ഉണ്ട്, അതായത് അതിൻ്റെ ഫീച്ചേഴ്സ് നൽകുന്ന കുറേ പേയേഴ്സ് ഉണ്ട്. ആ ഒരു സീക്വൻസ് ഉണ്ടെങ്കിലാണ് ആ ഒരു പർട്ടിക്കുലർ വൈറസായി മാറുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഹ്യൂമൻസിൻ്റെ ജീനോം ഡാറ്റ എടുത്താലും 99.99% ജീനോം സീക്വൻസിങ് ഡാറ്റ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഓരോരാളെയും വ്യത്യാസമാക്കുന്ന ആ 0.01%ലുള്ള വ്യത്യാസമായിരിക്കും ഓർത്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ ആ ഒരു ജീനോം ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വൈറസിൻ്റെ ഓൾറെഡി ഉള്ള അതിൻ്റെ ഫീച്ചേഴ്സിനായിട്ട് ജീനോം ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. ജെനറ്റിക് ഡിസോർഡേഴ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ മ്യൂട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ ഒരു പാത്തോജൻസിൻ്റെ ഒറിജിൻ എവിടെയാണ്, അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ്, ഓരോരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള മെഡിസിൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു ജീനോം സീക്വൻസിങ് ഡാറ്റ സഹായിക്കും എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു വാർത്ത തന്നെയാണ്, ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ബഡ്ജറ്റ് പ്രപ്പോസൽസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ബഡ്ജറ്റ് പ്രപ്പോസലിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം.
മാസം വെറും 1500 രൂപയ്ക്ക്